ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് കളിക്കാൻ പോകുന്നത് ഫ്രീ ഫയറെ അല്ല. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റാണ്. അപ്പോൾ മൈൻക്രാഫ്റ്റാണ്. ഇതൊരു സ്ഥലമാണ്. ഞാനിത് സീക്രറ്റാണ്. ഞാനിപ്പോൾ ഒന്ന് വീഡിയോ പോസ് ചെയ്ത് വെച്ച് ഞാനൊന്ന് സെറ്റാക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്. ഞാൻ പറയാം, എല്ലാം വിശദീകരിച്ച് പറയാം. ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ആ സംഭവം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പം മൈൻക്രാഫ്റ്റ് ഞാൻ ഡൗൺലോഡ് ചെയ്യാമായിരുന്നു ഈയിടെ. അപ്പം ഞാൻ മൈൻക്രാഫ്റ്റ് ഇങ്ങനെങ്ങാണ്ടായിരുന്നു. ഈവന്ന് സൺഡേ ആണെന്ന് തോന്നുന്നു. സൺഡേ ആയിരുന്നു എന്നാണ് തോന്നുന്നത്. ആണെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കറക്റ്റ് ഓർമ്മയില്ല. സൺഡേ ആയിരിക്കും. അപ്പോൾ ഞാനിന്ന് കുറച്ചധികം പരിപാടി ചെയ്തിട്ടുണ്ട്. ഞാൻ ക്രിയേറ്റീവ് മോഡിലാണ് ഇതൊക്കെ ചെയ്തത്. സർവൈവൽ മോഡിൽ ചെയ്യാനുള്ള ഇതൊന്നും എനിക്കില്ല, ആ ഒരു കഴിവില്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ എല്ലാം ക്രിയേറ്റീവ് മോഡിലാണ് ചെയ്തേക്കുന്നത്. നമുക്ക് നമ്മുടെ ആദ്യത്തെ എൻ്റെ വീട് കാണിക്കാം. വീടെന്ന് പറയുവാണ് ഇതൊക്കെയാണ് വീട്. ഇത് കണ്ടോ, ഇത് കൊട്ടാരം. നമ്മളിപ്പോൾ ചുറ്റിനും മതിലൊക്കെ ഇട്ടിട്ടുണ്ട്. ബിക്കോസ് ക്രീപ്പർ അങ്ങനത്തെ സംഭവം ക്രീപ്പറൊക്കെ വരാതിരിക്കാൻ വേണ്ടി ചുറ്റിനും മതിലൊക്കെ ഇട്ടിട്ടുണ്ട്. മതിലിട്ടിട്ടുണ്ട്. അപ്പം അതങ്ങനെ ഇത് തന്നെ ഞാൻ ഈ വീടും ഈ മതിലൊക്കെ കെട്ടിവെക്കുന്ന ഒരു ദിവസമാണ്. ഒറ്റ ദിവസത്തിന് ഇത് ഫുള്ളും ചെയ്ത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് ഞാൻ എത്ര നേരം കളിച്ച് കാണുമെന്ന്. കുറേ നേരമായിട്ടില്ല, നല്ല ശകലം നേരം കളിച്ച്. പിന്നെ ഞാൻ ഇച്ചിരി അയൺ ഗോളത്തിന് സ്പോൺ ചെയ്ത്. ഇവരൊന്നും വെച്ചിട്ടൊരു കാര്യമില്ല ഗൈസ്. കാരണം ഞാനില്ല ഇവിടെ ഉണ്ടല്ലോ, ഇത് തന്നെ ഷീപ്പ് ഫാമും ഇത് ഫാമും ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്തുണ്ടല്ലോ ഈ കുതിരേനെ ഇട്ടതാ. കുതിരേനെ പിന്നെ അവസാനം ഞാൻ എൻ്റെ കൈ തട്ടി ഇത് തുറന്ന്. ഞാനത് വലിയ മൈൻഡൊന്നും ചെയ്തില്ല, അതങ്ങ് ഇറങ്ങി അങ്ങ് പോയി. അപ്പോൾ അതങ്ങനെ ഇരിക്കുന്നു. ഇതാണ് നമ്മുടെ കുതിര. എൻ്റെ പേരൊന്നുമില്ല, പേരില്ലാത്ത കുതിര. സോറി അയൻകോളത്തിന് ചെറുതായിട്ടൊരു കൊട്ട് കൊടുത്ത്. നമുക്കിനി അകം ഫുള്ള് നോക്കാം. നമ്മുടെ അകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. കുറച്ചധികം പട്ടികൾ, 2 പക്ഷികൾ, പിന്നെ ഒരു 2 മറ്റേ ക്യാമ്പ് ഫയറോ അത്, പിന്നെ സ്റ്റൗവ്, അടുപ്പ് എല്ലാം ഉണ്ട്. പിന്നെ ബെഡ്. പിന്നെ ഇതിനകത്തൊന്നും പ്രത്യേകിച്ചില്ല. ഇതിനകത്ത് പട്ടിക്കും പൂച്ചയ്ക്കും ഇതിനൊക്കെ ഫുഡ് കൊടുക്കാൻ വേണ്ടി ഇതൊക്കെ വാങ്ങിച്ച് വെച്ചായിരുന്നു. ഇതെല്ലാം ഞാൻ ക്രിയേറ്റീവ് മോഡിലെടുത്ത്. സർവൈവൽ മോഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് നിങ്ങൾക്കറിയായിരിക്കും. അപ്പം നമുക്കിപ്പോൾ ചെയ്യാം. അപ്പോൾ നമുക്ക് സെറ്റാക്കാം. നമുക്ക് മേളിലോട്ട് പോകാം ഗൈസ്. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, ചെസ്റ്റൊക്കെയാണ്. ഇതിനകത്ത് ഫുൾ ബ്രെഡ് അങ്ങനത്തെ ഐറ്റം അങ്ങ് കഴിക്കാനുള്ള നമുക്ക് വേണ്ടി. പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിനകത്തുണ്ട് എൻ്റെ ഇല്ലാത്ത എല്ലാ തിങ്സും. കയ്യിരിക്കുന്ന എന്തെങ്കിലും എടുത്ത് അതിനകത്ത് വെക്കും. കണ്ടോണ്ട് ഇങ്ങനെ അങ്ങ് വെക്കും. ഇത് പ്രത്യേകിച്ച് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഞാൻ കയറ്റി വെക്കും. പിന്നെ ഇതൊരു ഡയമണ്ട് ഫാം. ഇതിനകത്ത് ഡയമണ്ട് എല്ലാം ഉണ്ട്. ഇതൊക്കെ ഞാൻ ക്രിയേറ്റീവ് മോഡിലാണ് ചെയ്തേക്കുന്നത്. ഡയമണ്ട്, ഗോൾഡ്, അപ്പം ഇത് അയണ്, പിന്നെ ലാപ്യൂ ആ സംഭവം തന്നെ, ലാപ്പിസ് ലിസൂസി അങ്ങനെ കണ്ട പറയുന്ന സംഭവം. പിന്നെ നമ്മുടെ ഇരുവാളും ഉണ്ട്. ഇത് പിന്നെ എന്തൊക്കെയാണ് സംഭവമാണ്. ഇതൊക്കെ എന്തോ സംഭവം എന്നൊന്നും എനിക്ക് കറക്റ്റ് അങ്ങോട്ട് ഇപ്പം പറഞ്ഞേക്കാം. ഇത് ഗോൾഡൻ ആപ്പിളുണ്ട്, എൻചാറ്റഡ് ആപ്പിളുണ്ട്, പിന്നെ അങ്ങനെ കുറേ സംഭവമുണ്ട്. പിന്നെ ഇതിനകത്ത് ഇത്രേ ഉള്ളൂ. പിന്നെ നമുക്കുള്ളത് ഇത് നമ്മുടെ എൻചാനിങ് കേബിൾ അല്ലേ, അങ്ങനെയല്ലേ അതല്ലേ, എൻചാൻമെൻറ്റ് ടേബിൾ അങ്ങനെ ഉണ്ട്. ആ ടേബിൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ ബെഡ്റൂം കിടക്കാൻ പറ്റും. ഇപ്പം യാത്ര ചെയ്യല്ല, ഇപ്പം മോർണിംഗ് അതുകൊണ്ട് കിടക്കാൻ പറ്റത്തില്ല. നമുക്ക് താഴോട്ട് പോകാം. എൻ്റെ ഈ വീട്ടിൽ ഇത്രേ ഉള്ളൂ. പിന്നെ ഒരു മാപ്പ് അവിടെ ഉണ്ട് സൈഡിൽ, ചുമ്മാ തൂക്കിയിട്ടേക്കുന്നത്. പിന്നെ പട്ടികളും പിന്നെ ബാക്കിയുള്ള എല്ലാം. പിന്നെ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് പുറത്തുള്ള കാഴ്ച നോക്കാം. പുറത്ത് ഇത്രേ ഉള്ളൂ. ഇതെവിടെ നിന്ന് കയറി വന്ന്? നീ എവിടെ നിന്നാണ് കയറി വന്നേ? പറയാൻ പറ്റില്ല. ഇത് എന്തൊക്കെ കയറി വരുന്ന അയങ്കോളത്തിന് അടിക്കുന്നു. പൊന്നെ അയങ്കോളം സീൻ. അതിന് ഒറ്റ അടിക്കുന്ന തീർത്ത്. പിന്നെ ഇത് നമ്മുടെ XP ഫാർമാണ്. അത്ര അങ്ങ് ശരിയായിട്ടില്ല സംഭവം. പറഞ്ഞ ഇതിൻ്റെ മറ്റേ സ്പോണറാണ്.
സോംബിയുടെ സ്പോണർ. അതിനകത്തുനിന്ന് 2 വെച്ചിട്ടുണ്ട് മേളിൽ സോംബി സ്പോണർ. അതിനകത്തു നിന്നുള്ള സോംബിയൊക്കെ വരിക, ഇങ്ങനെ കൊല്ലുന്നു. അതിൻ്റെ ചില സാധനങ്ങൾ മാത്രമേ ഇതിനകത്ത് വീഴത്തുള്ളൂ, വേറെ ഒന്നും വീഴത്തില്ല. ഞാൻ നെട്ടിപ്പോയി. ഈ അയൺ കണ്ടോ? ഈ അയൺ ഇതിനകത്തു നിന്ന് വീണതാ. പിന്നെ ഗോൾഡൻ്റെ നെഞ്ചത്തിടുന്ന സാധനം, തലയിടുന്ന സാധനമൊക്കെ ഉണ്ട്. വലിയ ഗുണമില്ല, എന്നാലും ഞാൻ ചുമ്മാ വെച്ചേക്കുന്നു. ഇത് പിന്നെ ഇതിനെ കൊല്ലാൻ വേണ്ടി ഇതിനെ ഇതുണ്ട്, സോംബിയുടെ എഗ്ഗ്. ഞാൻ ഇതെല്ലാം ക്രിയേറ്റ് മോഡ് എടുത്തുകൊണ്ട് വന്നു, ആവശ്യം വന്നാലോ. പിന്നെ നമുക്ക് ഇതിനെ മണ്ടേ കയറിയ ഒരു സംഭവമുണ്ട്. മണ്ടേ കയറിയ പ്രത്യേകിച്ചൊന്നുമില്ല. മണ്ടേ കയറി ഇതൊരു ചെസ്റ്റ്, ഇത് ചുമ്മാ ഒരു സുഖത്തിനാണ് എന്ന് ഞാൻ പറയുന്നില്ല, ഇതൊരാവശ്യത്തിനാണ്. ഇവിടെ നമുക്കൊരു മൈൻ കാർഡ് എടുക്കാം. മൈൻ ഷാട്ട് അങ്ങനെ കണ്ടായിരുന്നു ഈ സംഭവത്തിനെ പറയുന്നത്. അതൊന്ന് റൈഡ് ചെയ്യാം. ഞാനൊരു വരി ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും താഴോട്ട് നോക്ക്, എത്തുമ്പോൾ ഞാൻ പറയാം. നിങ്ങൾ കണ്ടാൽ നിങ്ങൾ നെട്ടിപ്പോവും. ഇതെല്ലാം ഞാൻ ക്രിയേറ്റ് മോഡിൽ ചെയ്തതാണ്. താഴോട്ട് നോക്ക്, താഴോട്ട്. നിങ്ങളെ ഞാൻ ഇത് കാണിക്കാൻ പോകും. താഴോട്ട് നോക്കിക്കോണം എല്ലാവരും കേട്ടോ, മേളിലോട്ട് നോക്കല്ലേ. എല്ലാവരും താഴോട്ട് നോക്കിക്കോണം, ആരും മേളിലോട്ട് നോക്കല്ലേ. ഞാനൊരു മാജിക് കാണിക്കാം. കണ്ടോ, എത്തി നമ്മൾ സ്ഥലം എത്തി. അയ്യോ ഇറങ്ങ, വേണ്ട ഇരിക്കട്ടെ, വരും. ഇതാണ് എൻ്റെ വേറൊരു വീട്. പൊങ്ങി കാണിക്കാം. എൻ്റെ പൊക്കം നിങ്ങൾക്ക് കാണണമെങ്കിൽ അതായത് ഇത്രയും വരും. കണ്ടോ, ഇത്രയും ഫുള്ള് നമ്മുടെ സ്ഥലം. നമ്മുടെ ഈ വഴി കൂടെ ഇപ്പോൾ കയറി അങ്ങ് ഇതിനകത്തുനിന്ന് വന്ന ഇതാണ് നമ്മുടെ സ്ഥലം. ഇതാണ് വേറൊരു ചുമ്മാ ഒരു സുഖത്തിനുണ്ടാക്കിയതാണ്. ഇനി കുറേ ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കണം, ചുമ്മാ ഒരു സുഖത്തിന്, അത്രേ ഉള്ളൂ. നമുക്കൊന്ന് താഴോട്ട് ഇറങ്ങി സെറ്റാക്കാം. ഞാൻ ഡോറൊന്നും വെച്ചില്ല, ഇങ്ങനെ അങ്ങ് സെറ്റാക്കി കണ്ട ഈ വഴി കൂടെ അങ്ങ് വന്നാൽ ഇങ്ങനെ പോവാം. ഫുള്ള് സേഫ്റ്റി പ്രൊട്ടക്ഷന്. പക്ഷേ നമുക്ക് ഇങ്ങനെ അങ്ങ് പോവാം ഉള്ളത് വഴിയുണ്ട്. പിന്നെ ഇവിടെ കുറേ ചെസ്റ്റൊക്കെ ഉണ്ട്, ചുമ്മാ കാര്യത്തിന്. എല്ലാം ഇതുണ്ടെങ്കിൽ നമുക്ക് കയറ്റാം. പിന്നെ എന്തെന്ത് കുറേ ഉണ്ട്, എന്തൊക്കെ സംഭവം. ഇങ്ങനെ ഇതിനകത്ത് ഫുള്ള് ഡയമണ്ട്, ഗോൾഡ്, എമറാൾഡ് അങ്ങനത്തെ അല്ലറ ചില്ലറ കാര്യങ്ങൾ. ഇതൊക്കെ എനിക്ക് ഒരു സുഖത്തിന് വേണ്ടിയാണ്, പ്രത്യേകിച്ചൊന്നും ഇല്ല. കുറച്ച് എൻ്റെ സർവൈവൽ മോഡ്. ഞാനിപ്പം ഇതെല്ലാം ഇങ്ങനെ ഇതെല്ലാം ഞാനിങ്ങനെ എടുക്കുന്നതേ ഉള്ളൂ. ഇതെല്ലാം ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് ഞാൻ സർവൈവൽ മോഡിൽ ഇരുന്ന് ഇതെല്ലാം എടുത്ത് ഞാൻ കളിക്കും. പിന്നെ ഇത് നമ്മുടെ ഇരുവാൾ ചുറ്റിക സംഗതി, അതൊക്കെ നമ്മൾ മനസ്സിലായല്ലോ. എല്ലാം പിന്നെ ക്യാരക്ടറുണ്ട്, ഗോൾഡൻ ക്യാരക്ടർ, അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ഇത് പിന്നെ ബ്രെഡ്, ഇതും പ്രത്യേകിച്ച് ഗുണമില്ല, കഴിക്കാനുള്ള ഗുണമുണ്ട്, വേറെ പ്രത്യേകിച്ച് ഗുണമില്ല. പിന്നെ ഇതിൻ്റെ അകത്തൊന്നുമില്ല, ഇതിൻ്റെ അകത്തും ഒന്നുമില്ല അല്ലേ, ഇതിൻ്റെ അകത്ത് ഇതുണ്ട്. ഇതെന്നാത്തിനാന്ന് ഞാൻ ലാസ്റ്റ് പറയാം. ലാസ്റ്റല്ല, ഈ വീഡിയോൻ്റെ ഈ സ്ഥലമെല്ലാം ഫുള്ളും കാണിച്ചും ഞാൻ ഇതെന്നാത്തിനാന്ന് പറയാം. ഈ പച്ച കളർ സംഭവം. പിന്നെ ഇവിടെ ഉണ്ട് മറ്റേ എൻചാൻമെൻറ്റ് ടേബിള്. പിന്നെ ഇത് ഇത്രേ ഉള്ളൂ. ഡൗൺ ഫ്ലോർ ഇത്രയേ ഉള്ളൂ. ഇനി അപ്പ് നോക്കാം നമുക്ക്. ഇവിടെ ഒരു ഫ്ലോറുണ്ട്. ഇതെൻ്റെ ചെറിയൊരു ബെഡ്റൂമാണ്. ബെഡ്റൂമെന്നും പറയാനില്ല, മേളിൽ നിന്ന് ഇങ്ങോട്ട് നിട്ടുന്നേ ഉള്ളൂ. ഇങ്ങനൊരു സംഭവമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇത് കണ്ടോ, ഇത് ഭയങ്കര നല്ല സൗണ്ടൊക്കെ വെക്കും. ടിങ് ടൂക്ക് ഒരു സൗണ്ടൊക്കെ വരുന്നത്. എനിക്ക് ഈ വീഡിയോ എടുക്കുമ്പോൾ ചെറിയൊരു മടിയുണ്ട്. ബിക്കോസ് ഞാനിപ്പോൾ സംസാരിക്കുന്ന പോലെയല്ല വീഡിയോ കേൾക്കുമ്പോൾ ഒരുമാതിരി ഒരു എന്തോ ഒരു കറുകറപ്പ്, അതാ സീൻ. അവിടെ വീഡിയോ എടുക്കാൻ ഇച്ചിരി ഇഷ്ടമില്ല ഇങ്ങനെയൊക്കെ വീഡിയോ. എൻ്റെ സൗണ്ട് ഒരുമാതിരി കറപ്പാണ് വീഡിയോ കേൾക്കുമ്പോൾ. അല്ലെങ്കിൽ ഭയങ്കര ക്യൂട്ട് സൗണ്ട് തന്നെ, ക്യൂട്ട്. പിന്നെ ഇത് നമ്മുടെ ഇത് നമ്മുടെ ഡ്രസ്സാണ്. നെഞ്ചത്തിടുന്ന സാധനമുണ്ട്, തലയിടുന്നുണ്ട്, നിക്കറുണ്ട്. പിന്നെ ഷൂ ഇല്ലേ, ഷൂട്ടില്ല, സോറി അത് ഞാൻ കുറച്ച് കണ്ടിട്ടോളാം. ഞങ്ങൾക്ക് ഏറ്റവും മണ്ടേ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്കിത് ഫുള്ള് ഇവിടെ നിന്ന് അങ്ങ് കാണാം. കണ്ടോ, ഇവിടെ നിന്ന് അങ്ങ് ഫുള്ള് കാണാം. കണ്ടോ, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, ഇവിടെ ഒന്നും പ്രത്യേകിച്ചില്ല. അവിടെ പണിയാണെങ്കിൽ പറക്കാം, സ്ഥലമായിട്ടൊന്ന് വീണ്. പണിയാണെങ്കിൽ നിങ്ങളൊന്ന് പറ. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഒരു സംഭവം കാണിക്കാൻ മറന്നുപോയി. അവിടെ ഞാൻ പറഞ്ഞല്ലേ.
പിന്നെ വീഡിയോ കാണുന്ന ആ സംഭവം കാണിക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലാത്ത എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബെല്ലൈക്കണം നെക്കി ഓൾ നിൽക്കുവാണെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസും വരുന്നതായിരിക്കും. ഫ്രീ ഫയർ മാത്രമല്ല മൈൻക്രാഫ്റ്റും ഉണ്ട്. അപ്പം നിങ്ങൾ ഒന്ന് സെറ്റാക്കി തരണം. എല്ലാവരും ഒന്ന് നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്താൽ നല്ലതായിരുന്നു. പിന്നെ വേറെ കാര്യം പറയട്ടെ, സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് നിങ്ങളോട് ഞാൻ മാത്രം പറയുക, വേറെ ആരോടും പറയല്. എൻ്റെ ഒരു സിഗരറ്റ് എന്ന് പറഞ്ഞാൽ സീക്രറ്റ് നിങ്ങൾ കാണിക്കാം ഗൈസ്. പ്രത്യേകിച്ചൊന്നുമില്ല, സുഖത്തിനുണ്ടാക്കിയതാണ്. കാണിക്കാം, കണ്ടോ? ഒരു അണ്ടർഗ്രൗണ്ട്. വേറെ ആരോടും പറയണ്ട കേട്ടോ, ആരോടും പറയല്ലേ, നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ നിങ്ങൾക്ക് കാണാതിരിക്കും ഇവിടെ ചുമ്മാ പിക്ചർ എത്ര ഉള്ളെന്ന്. ഇതാണ് അതിൻ്റെ അണ്ടർഗ്രൗണ്ട് എന്ന് ചോദിക്കുമ്പോൾ ചിലവർക്ക് അറിഞ്ഞൂടാ. ഇതാണ് കണ്ടോ, ഇതൊരു സീക്രറ്റ് ബേസാണ്. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. ഗോൾഡ്, ലാപ്പീസ് ലൂസി എന്നൊക്കെ എന്തായിരുന്നു, ലാപ്പീസ് ലസൂസിൽ അതും, പിന്നെ ഗോൾഡൻ ആപ്പിൾ, അങ്ങനെ ഗോൾഡൻ ക്യാരറ്റ്, പിന്നെ നമ്മുടെ ഗോൾഡൻ ബ്ലോക്ക്, ഡയമണ്ട് ബ്ലോക്ക്, അങ്ങനെ കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട്. ഇതൊക്കെ എന്നാത്തിനാന്ന് പറഞ്ഞാൽ ചുമര് സുഖത്തിനാണ് പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് എവിടെ നിന്ന് ഇറങ്ങാം, പ്രത്യേകിച്ചൊന്നും ഇതിൻ്റെ അകത്തില്ല. പിന്നെ നിങ്ങളോട് ഞാൻ ഇപ്പോഴും ഒരു കാര്യം പറയുക, ആരോടും പറയല്ലേ കേട്ടോ. എല്ലാവരും വന്നെ ഡയമണ്ടും ലാപ്പീസും ലൂസൂസും എല്ലാം എടുത്തുകൊണ്ട് പോയാൽ പിന്നെ എന്നാ ചെയ്യാൻ? യാത്രയായോന്ന് ഡൗട്ടാ. യാത്രയായി. നമുക്കന്ന് ഇവിടുത്തെ ബെഡിൽ കിടക്കാം. മേളിലല്ലേ, താഴോട്ട് പോകും. പക്ഷേ താഴോട്ട് പോടേ. ഓക്കെ, സെറ്റ്. നമുക്കൊന്ന് പച്ചബെഡിയിലങ്ങ് കിടക്കാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എണീറ്റ് നമ്മൾ പെട്ടെന്ന് വരുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ മറ്റേ വീട്ടിലോട്ട് പോകാം. അവിടെ ഒരു സിഗരറ്റ് നമുക്കെന്നാൽ പോകാം. കമോൺ. ഇടാൻ മടിയായതുകൊണ്ട് നമുക്കങ്ങ് പറന്നങ്ങ് പോവാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ പോവുകയാണ്. ഇതാണ് നമ്മുടെ എല്ലാമായ വീട്. അതിൻ്റെ മെയിൻ ഹൗസ് ഇതാ. മറ്റേത് ഗോഡൗൺ അങ്ങനെ കണ്ട പറയുന്ന സംഭവം എന്ന് ഞാൻ പറയുന്നു. ചുമര് സുഖത്തിനുണ്ടാക്കിയതാണ്. ഞാൻ എപ്പോഴും പറഞ്ഞേക്കാം. പ്രത്യേകിച്ച് ഒരു ഗുണമുള്ള ഒരു സുഖത്തിന് ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഓരോ സാധനങ്ങൾ കാണുമ്പോൾ സുഖം. പിന്നെ ഇതന്നെ സോംബീസ്. ഇത് സർവൈവൽ മോഡിൽ ഇനി അടിച്ചാലേ XP കിട്ടത്തുള്ളൂ. ഇല്ലാതെ ക്രിയേറ്റ് മോഡിൽ അടിച്ചെന്ന് പറഞ്ഞ് വലിയ ഗുണമൊന്നുമില്ല. ഇത് എന്തോ കാണിക്കാൻ വന്നേ. എന്തോ കാണിക്കാൻ പുറത്താണ്. വേറൊരു സിഗരറ്റ് ഉണ്ട്. ഇതന്നെ ഇവിടെ സംഭവം തന്നെ. എൻ്റെ കുതിര ഇവിടെ എന്നാ കാണിക്കൂ. പക്ഷേ അവിടെ മാറി നിൽക്കടാ, നീ എന്നാ കാണിക്കും അവിടെ? കൊച്ചു കള്ളൻ ഒന്ന് കൂട്ടിയിരിക്കുക. പുറത്തോട്ട് ഇറങ്ങിയാൽ പിടിച്ചിരിക്കും ഞാൻ നിന്നെ. പുറത്തോട്ട് ഇറങ്ങിപ്പോരിങ്ങ. ഞാൻ എൻ്റെ മറ്റേ ഇത് കാണിക്കാം. ഇതൊരു സ്വിമ്മിങ് പൂള്. പ്രത്യേകിച്ച് ഗുണമില്ലാത്ത സ്വിമ്മിങ് പൂൾ. പ്രത്യേകിച്ച് ഗുണമില്ലെന്നെങ്കിലും ഇങ്ങനെ കുളിക്കാമല്ലോ നമുക്ക്. ഇങ്ങനെ ചുമ്മാ കുളിക്കാൻ വേണ്ടി സ്വിമ്മിങ് പൂൾ. പക്ഷേ ഇന്നത്തെ ഞാനല്ല കുളിക്കുന്ന ഏത് സമയം. ചിലപ്പോൾ ഞാൻ കാണുമ്പോൾ അയങ്കോളം. ഇനി ഞാൻ രാവിലെ നോക്കിയപ്പോൾ അയങ്കോളം ഇതിൻ്റെ അകത്തിരുന്ന് കുളിക്കുന്നു. അത് 2 എണ്ണം. പെണ്ണാണോ ആണാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ അതിനെ അങ്ങ് കൊന്നു. കാര്യം പറയാൻ മറന്നുപോയി. ഇതാരും നിങ്ങൾ കാണിക്കണ്ട. ഇത് നിങ്ങൾ ആരോടും പറയല്ലേ. ഇത് എൻ്റെ ഒരു സിഗരറ്റ് പ്ലേസാണ്. ചുമ്മാ സുഖത്തിന് എൻ്റെ വീടിൻ്റെ ബാക്കിലാണ്. നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി, വേറെ ആരോടും പറയല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് താഴോട്ട് പോകാം. ചുമ്മാ സുഖത്തിനുണ്ടാക്കിയത്. ഇതാണ് സംഭവം. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു വെള്ളം ഇങ്ങനെ പോകുന്ന സ്ഥലം. പിന്നെ ഇത് നമ്മുടെ വില്ലേജേഴ്സ്. ശരിക്കും സംഭവം ഇതൊന്നും കറക്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം. പിന്നെ വീഡിയോസ് കാണുന്നുണ്ട് ചില വില്ലേജിനെ ഇതിൻ്റെ അകത്തിട്ടിട്ട് അതിൻ്റെ കൂടെ ചില സംഭവങ്ങളൊക്കെ വെക്കുന്നത്. അതെനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എന്തൊക്കെയോ ഏറ്റി വെച്ചിട്ടുണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിള്, പിന്നെ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ആർമർ, നെഞ്ചത്തിടുന്ന സാധനമൊക്കെ ഉണ്ട്. ഇതും പ്രത്യേകിച്ച് ഗുണമില്ല. പിന്നെ ഈ സ്ഥലം എന്നാത്തിനെ ഞാൻ ഉണ്ടാക്കിയെന്ന് എനിക്കറിഞ്ഞൂടാ. എന്നാത്തിനാന്ന് പറഞ്ഞാൽ ചുമര് സുഖത്തിനുണ്ടാക്കിയതാണ്. എല്ലാം ഉണ്ടാക്കാൻ വെക്കണമെങ്കിൽ തന്നെ ഞാൻ ഇവിടെ വെക്കും. അപ്പം
അതാണ് ഞാൻ പറയുന്നത്. കുറേ ചെസ്റ്റ് ഉണ്ട്, കുറേ ചെസ്റ്റ്. ഇതാണ് ഈ ഒരു സ്ഥലത്ത്. ഈ ഒരു സ്ഥലത്ത് ഇത്രയേ ഉള്ളൂ. ഇനി വേറൊരു സ്ഥലമുണ്ട്. ഇത് ഒരു സ്ഥലം. ഇവിടെ ചുമര് ചെസ്റ്റ് ഇരിക്കുന്നുണ്ട്, അതിൻ്റെ അകത്തൊന്നുമില്ല. പിന്നെ ഇവിടെ നോക്കുമ്പം ഇതുണ്ട്. ഇതെന്നതിനാന്ന് പറഞ്ഞാൽ ഇതും എനിക്കറിഞ്ഞൂടാ. അപ്പം ഇതാണ് എൻ്റെ വീട്ടിലിപ്പോൾ ഉള്ളത്. ഇന്നത്തെ തന്നെ കുറേ ബേസ് ഉണ്ട്, സീക്രട്ട് ബേസൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഈ സംഭവം നിങ്ങളെ കാണിച്ചായിരുന്നല്ലേ. സോറി ഞങ്ങളടുത്ത് ആ സ്ഥലം കാണിച്ചില്ലെന്ന്. ഭയങ്കര മറവിയാണ് ഇപ്പോൾ. ഗൈസ്, നമ്മുടെ വീട്ടിൽ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും അടുത്തൊരു പുതിയ വീഡിയോ വരുന്നതായിരിക്കും ഓടുന്നത്. അപ്പം നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയും ഈ അയങ്കോളത്തിനും ഇപ്പം വലിയ ശല്യമല്ല. അയങ്കോളത്തിന് നെഞ്ചത്തിൽ കൊണ്ട് ഉമ്മ വെക്കുന്നു. അവിടെ നീ ഭയങ്കര ഇതാണല്ലോ, എന്നെ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത്. ഞാൻ നോക്കുമ്പോൾ അയങ്കോളത്തിൻ്റെ നെഞ്ചത്ത് ഉമ്മ വെക്കുന്നു. ഇവിടെ ഇരുന്നോണം കേട്ടോ, അവിടെ ഇരുന്നോണം. ഞാനൊന്നും കൂടെ പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവാണ്. എന്ത് സംഭവം അവിടെ അയങ്കോളം അതിനകത്തിന് അതിൻ്റെ അടുത്തോട്ടങ്ങ് പോകുന്നത്. ഇതെന്തോ അവിടെ നടക്കുന്നത്? അയങ്കോളം വേണ്ട, നോ. അപ്പോൾ നമുക്കൊന്നും കൂടെ പറയാം. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, എനിക്ക് കുറേ നേരമായി. പ്ലീസ് ഞാൻ ഒന്നും കൂടെ പറയാം. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരെയും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടിയും ആ കാണുന്ന ആ കുതിര കണ്ടോ, ആ കുതിരയ്ക്കും പിന്നെ എൻ്റെ ഇത്രയും വലിയുള്ള എല്ലാവരും എൻ്റെ ഇത്രയും വലിയ വീടും പിന്നെ എൻ്റെ ആ ഒരു പൊട്ട സ്ഥലവും വേണ്ടി നിങ്ങളെല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം. അപ്പോൾ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ ഓക്കെ, എല്ലാവർക്കും ടാറ്റാ. അപ്പം ടാറ്റ മാത്രമല്ല, നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കല്ലേ. ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് വ്യൂസൊന്നുമില്ല, 2-3 വ്യൂസ്, ലൈക്ക് ഒരെണ്ണം, അങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം. ശരി.